ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അനുവദിക്കുന്ന ബില്ല് അവതരിപ്പിച്ചതിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുവാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്ന് KPCC സെക്രട്ടറി MN ഗോപി. രാഷ്ട്രപതിയുടെ അനുമതിയില്ലാതെ കേന്ദ്ര നിയമം മാറ്റാനാവില്ലെന്നിരിക്കെയാണ് ഇലക്ഷൻ മുൻനിർത്തി സംസ്ഥാന ഗവൺമെന്റ് ഇത്തരം നീക്കവുമായി മുൻപോട്ട് വരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുവാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കരട് ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് വന്യജീവികളുടെ ആക്രമണം നേരിടുന്ന പ്രദേശത്തെ ആളുകളെ ബോധപൂർവം കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഒന്ന്, കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഒരു ഭേദഗതി വരുത്തണമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അനുവാദം വേണം. തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വിളിച്ചാൽ വിളിയെത്തും ദൂരം തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുമ്പോഴാണ് ഈ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി 72 കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കരടിനെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് ആലോചിക്കുന്നത് എന്നുള്ളത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ഈ മേഖലയിലെ ആളുകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഈ വിഷയമായി ഇടതുപക്ഷ മുന്നണിക്ക് ഒരു ആത്മാർത്ഥതയുമില്ല.